Good morning. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. നമുക്ക് ഇന്നത്തെ എല്ലാവർക്കും ഗുഡ് Good morning, മോർണിംഗ്. ma'am. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിന്റെ ഒരു 10 ലോകൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലെ. നിങ്ങളത് വായിച്ചു നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, 10 ലോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് തുടർന്നുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇനിയും നമുക്ക് 2-3 ആക്ടുകളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. അത് കുറച്ചും കൂടെ എന്താണ് നമുക്ക് ഓർക്കാനും മനസ്സിലാക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതുപോലെ കണക്ട് ചെയ്യേണ്ടി വരില്ല കേട്ടോ. അല്ലാണ്ട് ഇത് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം കേട്ടോ. എന്താണ് നെക്സ്റ്റ് വരുന്നതാണ് ലോ ഓഫ് ടൗൺസ്. അവിടെ തൊട്ടാണ് നമുക്കിനി പറയാനുള്ളത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ 10 ലോകൾ പരിചയപ്പെട്ടു. അപ്പൊ ഇനി നമുക്ക് നോക്കാം ലോ ഓഫ് ടോർട്ട്സ്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു വെച്ചിരുന്നു എന്താണ് ടോർട്ട് നിയമം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ടോർട്ട് നിയമം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ് മറ്റൊരാൾക്കോ അല്ലെങ്കിൽ അവരുടെ സ്വത്തിനോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അവകാശങ്ങൾക്കോ എന്തെങ്കിലും ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള തെറ്റായ പ്രവർത്തികൾ കേട്ടോ. ദോഷമോ മറ്റൊരാൾക്ക് ഉണ്ടാക്കുന്ന ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവൃത്തികള് അല്ലെങ്കിൽ ഒഴിവാക്കലുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു അടിസ്ഥാന മേഖലയാണ് എന്തെന്ന് പറയുന്നത് ടോർട്ട് നിയമം. മനസ്സിലായോ? ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി മൂലം ഉണ്ടാകുന്ന തെറ്റുകള് അല്ലെങ്കിൽ പരിക്കുകള് നാശനഷ്ടങ്ങള് അല്ലെ, അപ്പൊ അതുമൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങള് പരിഹാരം കാണുന്നതിനുള്ള സിവിൽ നിയമത്തിന്റെ ഒരു അടിസ്ഥാന മേഖലയാണ് ടോർട്ട് നിയമം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഇപ്പൊ തെറ്റായ പ്രവൃത്തികൾ മാത്രമല്ല, ചില ഒഴിവാക്കലുകൾ മൂലം മറ്റൊരാൾക്ക് വല്ല ദ്രോഹം വരുവാണെങ്കിൽ അതിനൊരു നഷ്ടപരിഹാരം തേടുന്നതിനുള്ള ഒരു ചട്ടക്കൂടാണ് ഈ ഒരു നിയമം പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നോട് പറയണോ എന്താണ് ടോർട്ട് നിയമം എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവൃത്തികളെയും ഒഴിവാക്കലുകളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു അടിസ്ഥാന മേഖലയാണ് എന്തെന്ന് പറയുന്നത് ടോർട്ട്സ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുമൂലം നമ്മളിപ്പോ മറ്റൊരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അപ്പൊ അവർക്ക് നഷ്ടങ്ങൾ വരും. അല്ലെങ്കിൽ ചില ചെയ്യേണ്ട നടപടിക്രമങ്ങൾ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കാൻ നടത്താതിരിക്കുന്ന സമയത്ത് അവർക്ക് അതുമൂലം നഷ്ടങ്ങൾ വരും. അങ്ങനെ നഷ്ടങ്ങൾ വരുമ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതിനായിട്ടാണ് ഈ ഒരു നിയമം എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ടോർട്ട്സ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ നമുക്കൊന്ന് വായിക്കാം എന്താണ് ടോർട്ട് നിയമം കേട്ടോ. ലോ ഓഫ് ടോർട്ട്സ് നോക്കുക. The word tort is derived from the Latin word tortus. Underline ചെയ്യാം കേട്ടോ, നിങ്ങളോട് ചോദിക്കാം. The word tort is derived from the Latin word tortus, which means twisted or crooked. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം. അതായത് ടോർട്ട് എന്ന് പറയുന്ന വാക്ക് ടോർട്ടസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. എന്താണ് ടോർട്ടസ് എന്ന പദത്തിന്റെ അർത്ഥം? എന്താണ്? ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ് എന്നാണ് കേട്ടോ. വളച്ചൊടിച്ചത്. ട്വിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വളച്ചൊടിച്ചത് അല്ലെ. ക്രൂക്ഡ് വക്രമായത്, നേരെ അല്ലാത്തത് അല്ലെ. വളച്ചൊടിച്ചത്, വക്രമായത് എന്നൊക്കെ അർത്ഥം വരുന്ന ടോർട്ടസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഏത് വാക്കുണ്ടായത്? ടോർട്ട് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളോട് ചോദിക്കാത്തൊരു ചോദ്യമാണ് കേട്ടോ. അത് ഏത് വാക്യമാണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്. എന്താണ് ടോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് any wrong, injury or damage is done to the person for which a civil suit can be brought. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അവരുടെ സ്വത്തിനാവാം, ചിലപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് ആവാം ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവൃത്തികൾ കൈകാര്യം ചെയ്യുന്ന ഒരു എന്താ പറയാ നിയമത്തിന്റെ, സിവിൽ നിയമത്തിന്റെ ഒരു മേഖലയാണ് ഒരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത് ടോർട്ട്സ് നിയമം. ഓക്കെ, ലോ ഓഫ് ടോർട്ട്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പഠിക്കുക ടോർട്ട് എന്ന വാക്ക് ക്രൂക്ഡ് അഥവാ ട്വിസ്റ്റഡ് എന്ന അർത്ഥം വരുന്ന ടോർട്ടസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ടോർട്ട് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നോക്കാം എക്സാമ്പിൾസ്.
അപ്പൊ നമ്മൾ ടോർട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ടോർട്ട് നിയമമൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി അതിനെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണങ്ങൾ കേൾക്കുമ്പോൾ കുറെ കൂടെ നിങ്ങൾക്ക് അത് വ്യക്തമാവട്ടെ. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റിലാണ് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അൺനെസസറി ഓപ്പറേഷൻസ്. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ അതായത് തെറ്റായ കമ്മീഷൻ പ്രവർത്തനങ്ങൾ. എന്താണ് തെറ്റായ കമ്മീഷൻ പ്രവർത്തനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മള് ചിലപ്പോ എന്താണ് മനഃപൂർവമോ അല്ലെങ്കിൽ അശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യുന്ന ചില പെരുമാറ്റം അല്ലെങ്കിൽ പ്രവൃത്തികളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് മറ്റൊരാൾക്ക് ദോഷം വരില്ലേ? ഇല്ലേ, ദോഷം വരും, തീർച്ചയായിട്ടും വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ മനഃപൂർവ്വം ആവാം, അല്ലെങ്കിൽ എന്താണ് അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു തെറ്റായ പെരുമാറ്റം അല്ലെങ്കിൽ പ്രവൃത്തിയാണത് സൂചിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് അൺനെസസറി ഓപ്പറേഷൻസ്. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ ട്ടോ, തെറ്റായ കമ്മീഷൻ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തത് ആക്ട് ഓഫ് ഒമിഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ? ഒഴിവാക്കൽ പ്രവർത്തനങ്ങൾ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. എന്താണ് ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്? എന്താണ് ഓട്ടോപ്സി എന്നറിയാമോ? ഓട്ടോപ്സി എന്താണ്? പോസ്റ്റ്മോർട്ടം ആണ് കേട്ടോ. ഇതാണ് പോസ്റ്റ്മോർട്ടത്തിനെയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. അപ്പോ ഒരു സമ്മതമില്ലാതെ ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം, ഒരാള് മരിച്ചു, അപ്പൊ ആ മരിച്ച വ്യക്തിയുടെ അവരുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ, കൺസെന്റ് ഇല്ലാതെ ഒരു വ്യക്തിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അപ്പൊ അവിടെ മനഃപൂർവ്വം ആ കൺസെന്റിന് എന്താണ്, ആ ഒരു സമ്മതത്തിന് ഒഴിവാക്കിക്കൊണ്ടാണ് അവര് ധിക്കരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അവർ ഓട്ടോപ്സി ചെയ്യുന്നത്. അത് എന്താണ്? ഒഴിവാക്കലാണ്. ഒഴിവാക്കലിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാളുടെ വസ്തുവകകൾക്കോ അല്ലെങ്കിൽ അവരുടെ അവകാശത്തിന് നഷ്ടം വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ദോഷം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള നടപടികളുണ്ട്, അല്ലെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ അതിനെതിരെ നിയമ നടപടികൾ മനഃപൂർവ്വം ഒഴിവാക്കാൻ, അങ്ങനെ ഒരു തെറ്റായ പ്രവൃത്തികൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. പക്ഷെ എന്താണ്? നിയമ നടപടികൾ മനഃപൂർവ്വം നമ്മൾ സ്വീകരിക്കുന്നില്ല, അതിനെ ഒഴിവാക്കാണ്. അത്തരം നിയമ നടപടികൾ എടുക്കുന്നത് ഒഴിവാക്കാണ്. അപ്പൊ ഒഴിവാക്കുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റുള്ളവർക്ക് ദോഷം വരും, ഇല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ആക്ട് ഓഫ് ഒമിഷൻ, അതായത് ഒഴിവാക്കൽ പ്രവർത്തനങ്ങളാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ് കേട്ടോ, സമ്മതമില്ലാതെ ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം. അപ്പൊ വ്യക്തി മരിച്ചു, അദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സമ്മതമാണ് ആവശ്യമാണ്. ആ സമ്മതം ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ഓട്ടോപ്സി ചെയ്യുന്നതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ആക്ട് ഓഫ് ഒമിഷൻ. മൂന്നാമത്തത്, ഇതൊക്കെ ടോർട്ടുകൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ, നമ്മള് ടോർട്ടുകൾക്ക് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ? മെഡിക്കൽ നെഗ്ലിജൻസ്, അശ്രദ്ധയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അശ്രദ്ധ. ഒരു എക്സാമ്പിൾ നോക്കിയേ, സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. സ്വാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പോഞ്ച് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ, സ്പോഞ്ച്, തുണി എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ, അതായത് ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തുണ്ടാവുക, നമ്മുടെ വയറിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വയറിനകത്ത് പെട്ട് അറിയാതെ അത് എന്ത് ചെയ്യണം, ശരീരത്തിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ. അതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അല്ലെ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഇഷ്ടം പോലെ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അതായത് സർജറി കഴിഞ്ഞിട്ട് അറിയില്ല, പിന്നെ ഭയങ്കര വയറുവേദന വരുന്നു, സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചില ഇൻസ്ട്രുമെന്റുകൾ ചിലപ്പോൾ വയറിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് മെഡിക്കൽ നെഗ്ലിജൻസ്, അതൊക്കെ ടോർട്ടിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പറയുന്നത് സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. അബ്ഡോമന്റെ ഭാഗത്ത് എന്തെങ്കിലും ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഇൻസ്ട്രുമെന്റോ അല്ലെങ്കിൽ വല്ല സ്പോഞ്ചോ എന്തെങ്കിലും ഉപേക്ഷിച്ച് അത് ടൈപ്പ് ചെയ്തങ്ങ് വിടും അല്ലെ? പക്ഷെ പിന്നീടായിരിക്കും അറിയുന്നുണ്ടാവാം. അതെ, സിസേഴ്സ് ഒക്കെ കത്രികയൊക്കെ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് കേട്ടോ. അടുത്തതാണ് ഇന്റൻഷണൽ ഇന്റർഫറൻസ്. ഇന്റൻഷണൽ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധപൂർവം നടത്തുന്ന ഇടപെടലുകളാണ്. അതായത് മനഃപൂർവ്വം തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, മറ്റുള്ളവർ ദ്രോഹിക്കുന്ന ചില പ്രവർത്തികൾ. അതാണ് ബോധപൂർവം ചെയ്യുന്ന ഇടപെടലുകൾ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസ്. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പല അസ്വസ്ഥതകൾക്ക് കാരണമാകും അല്ലെ? മനഃപൂർവ്വം നമ്മൾ ഒരാളെ ഇന്റൻഷനലി നമ്മൾ എന്ത് ചെയ്യാണ്, ബുദ്ധിമുട്ടിക്കുകയാണ് അല്ലെ? അങ്ങനെ ചെയ്യുമ്പോൾ അത് ആ ഒരു വ്യക്തിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പല അസ്വസ്ഥതകളിലേക്ക് നയിക്കും. അതൊക്കെ ടോർട്ടിന്റെ കീഴിൽ വരുന്നതാണ്.
അല്ലെ? അടുത്തത് നോക്കിയേ, ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. അതാണ് ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, അതായത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. നമുക്കറിയാം റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ശരിക്കും പറഞ്ഞൊരു നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കേട്ടോ, നമ്മുടെ ഒരു മൗലിക അവകാശമാണ്. അപ്പൊ ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതും തോട്ടിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി കേട്ടോ, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. ഓക്കെ, അടുത്തത് നോക്കൂ, ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. അതാണ് ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ലംഘനം എന്നാണ് അർത്ഥം കേട്ടോ, ലംഘനം. ഓക്കെ, അപ്പൊ ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ രഹസ്യങ്ങളുടെ ലംഘനം എന്ന് പറഞ്ഞാല് ഒരു പ്രൊഫഷണലിനെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ചില രഹസ്യാത്മക വിവരങ്ങള് അല്ലെങ്കിൽ രഹസ്യങ്ങളുടെ അനധികൃതമായിട്ടുള്ള വെളിപ്പെടുത്തൽ അല്ലെ, വെളിപ്പെടുത്താം. അപ്പൊ അവര് ഒരു പ്രൊഫഷണൽ ആണ്, അദ്ദേഹത്തിന് ചില രഹസ്യാത്മക വിവരങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് അനധികൃതമായിട്ട് എന്ത് ചെയ്യാണ്, പുറത്തോട്ട് റിലീസ് ചെയ്യാണ്, വെളിപ്പെടുത്തലാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. അതൊരു തെറ്റായ കാര്യമാണ് അല്ലെ, അപ്പൊ അത് ടോപ്പിന്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെയുള്ളതാണ് ബാറ്ററി. എന്താണ് ബാറ്ററി എന്ന് ഉദ്ദേശിച്ചത്, ശരിക്കും പറഞ്ഞ ബാറ്ററി എന്ന് പറഞ്ഞാല് നമ്മള് മനഃപൂർവ്വം നിയമവിരുദ്ധമായിട്ടൊക്കെ ചെയ്യുന്ന ഫിസിക്കൽ കോണ്ടാക്ടിനെയാണ് കേട്ടോ പറയുന്നത്. മനഃപൂർവ്വവും അതുപോലെ തന്നെ നിയമവിരുദ്ധവുമായിട്ട് ചെയ്യുന്ന ഫിസിക്കൽ കോണ്ടാക്ട്. ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് സെൻസ് ഏത് രീതിയിലുള്ളതും ആവാം കേട്ടോ, ഏത് രീതിയിലുള്ള ഫിസിക്കൽ കോണ്ടാക്ട് ആവാം. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസെന്റ്. അതായത് ഒരു രോഗിയുടെ സമ്മത പരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്ന സർജറികൾ, അങ്ങനെയൊക്കെ അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ബാറ്ററിക്ക് എക്സാമ്പിൾ ആണ്. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിന്നെ കിഡ്നി അടിച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങളൊക്കെ അടിച്ചു മാറ്റും അറിയാതെ എന്നൊക്കെയുള്ള പണ്ടൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ സംഭവം കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത് സർജറി ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസെന്റ്. അതായത് ഒരു രോഗിയുടെ സമ്മതപരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്ന ശസ്ത്രക്രിയ, വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും സർജറിക്ക് കയറ്റിയിട്ടുണ്ടാവാം, പക്ഷെ അയാൾ അറിയാതെ ചിലപ്പോൾ അയാളുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവങ്ങൾ എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം അല്ല, അവയവ മാഫിയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ബാറ്ററിക്ക് എക്സാമ്പിൾ ആണ്. മനസ്സിലാക്കി? ഇത്രയും നമ്മൾ കണ്ടത് ടോർട്ടാണ് കേട്ടോ, ടോർട്ടുകൾക്ക് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ അല്ലെ, തെറ്റായ കമ്മീഷൻ പ്രവർത്തനം എന്ന് വെച്ചാല് മനഃപൂർവ്വവും അതുപോലെ തന്നെ അശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന പെരുമാറ്റം അല്ലെങ്കിൽ പ്രവൃത്തികളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആക്ട് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കൽ പ്രവർത്തനങ്ങളാണ്. അതായത് മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നത് മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കാണ്, അതുമൂലം അവർക്ക് ദോഷം സംഭവിക്കും അല്ലെ. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു, ഒരു കൺസെന്റ് ഇല്ലാതെ ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം, അതൊരു ആക്ട് ഓഫ് ഒമിഷൻ എക്സാമ്പിൾ ആണ്. കാര്യം കൺസെന്റ് എന്നുള്ളത് മനഃപൂർവ്വം അവിടെ എന്ത് ചെയ്യാണ്, ഒമിറ്റ് ചെയ്യാണ് അല്ലെ, ഒഴിവാക്കി കൊണ്ടാണ് അവിടെ ഓട്ടോപ്സി കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ അതാണ്. പിന്നെ നെഗ്ലിജൻസ്, മെഡിക്കൽ നെഗ്ലിജൻസ്, പിന്നെ ഇന്റൻഷണൽ ഇന്റർഫറൻസ് അല്ലെ, ബോധപൂർവം നടത്തുന്ന ഇടപെടലുകള്, ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി അല്ലെ, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി അല്ലെ, പറയുന്ന രഹസ്യ വിവരങ്ങളുടെ ആ ഒരു ലംഘനം. ഓക്കെ, പിന്നെ എന്താണ് ബാറ്ററി അല്ലെ, ബാറ്ററി ഞാൻ പറഞ്ഞു മനഃപൂർവ്വം അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടൊക്കെ നടത്തുന്ന ഫിസിക്കൽ കോണ്ടാക്ടുകളെയാണ് നമ്മൾ ശാരീരികമായിട്ട് ചെയ്ത ആക്രമണമാവാം, ഏത് രീതിയിലാവാം, ഫിസിക്കൽ കോണ്ടാക്ട് ആണ്, അതിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, രോഗിയുടെ സമ്മതപരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്ന ശസ്ത്രക്രിയകളൊക്കെ ബാറ്ററിക്ക് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാം കേട്ടോ. ശരി, അടുത്തതാണ് മിസലേനിയസ് ടോൺസ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞത് കൂടാതെ മറ്റുള്ള കുറച്ച് എക്സാമ്പിളും കൂടെ അല്ലാത്ത ടോപ്പിക് എക്സാമ്പിളുകളുടെ ഏതൊക്കെയാന്ന് നോക്കാം. മിസലേനിയസ് ടോൺസ് ഒന്ന്, ന്യൂയിസെൻസസ് ശല്യം അല്ലെ, ഇൻകൺവീനിയൻസ് ടു പബ്ലിക് അല്ലെ, ഇപ്പൊ പബ്ലിക്കിന് ശല്യം ഉണ്ടാക്കുന്ന ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള ചില ന്യൂയിസെൻസസ്. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റിന് എപ്പോഴും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ വേണ്ടത്. അതിന് പകരം വളരെ സൗണ്ട് അല്ലെ, ശബ്ദ മലിനീകരണം, ഭയങ്കരമായിട്ടുള്ള സൗണ്ട് പൊല്യൂഷൻ വരിക, അല്ലെങ്കിൽ ആളുകൾ അവിടെ ഉച്ചത്തിൽ സംസാരിക്കുന്നത്, എക്യുപ്മെന്റുകളുടെ ഉച്ചത്തിലുള്ള ആ ഒരു സൗണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിനെ കൂടുതൽ എന്താക്കും, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. സ്വാഭാവികമായിട്ടത് പേഷ്യന്റിന് ഇൻകൺവീനിയന്റ് ആണ് അല്ലെ. അപ്പൊ അതൊക്കെ ഒരു ന്യൂയിസെൻസിൽ നമുക്ക് പെടുത്താവുന്നതാണ്.
അതും ടോർട്ടിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ന്യൂസൻസസ് എന്ന് പറയുന്നത് ഇൻകൺവീനിയൻസ് ടു പബ്ലിക് അല്ലെ, പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ന്യൂസൻസസ്. അതുപോലെ തന്നെ മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായിട്ട് അവതരിപ്പിക്കുക. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡെസിറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഡെസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വഞ്ചന, തെറ്റായി അവതരിപ്പിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുക. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന എക്സാമ്പിൾ പോലെ പറയുന്നത്, ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഒരു രോഗി വരെയാണ്, അപ്പൊ അയാള് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ പറയുന്ന സത്യത്തിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. പക്ഷെ രോഗിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താണ് ഇങ്ങനെ ഒരു സേവനങ്ങള്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സേവനങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ അതായത് മിസ്റെപ്രസെന്റ് ചെയ്യുക, തെറ്റായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു വഞ്ചനയ്ക്ക് തുല്യമാണ്, ഡെസിറ്റാണ് അത് കേട്ടോ, ഒരു വഞ്ചനയ്ക്ക് തുല്യമാണ്. അത് ടോർട്ടിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ, മിസ്റെപ്രസെന്റ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഡിഫമേഷൻ. ഡിഫമേഷൻ എന്ന് പറഞ്ഞാല് സ്ലാൻഡർ, ലിബൽ എന്നൊക്കെയാണ്. ദാറ്റ് മീൻസ് അപകീർത്തിപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. അപവാദങ്ങൾ പറയുക, അപകീർത്തിപ്പെടുത്തുക, അതൊക്കെ ടോർട്ടിന്റെ കീഴിൽ വരും. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ചില തെറ്റായിട്ടുള്ള ആലിഗേഷൻസ്, ആരോപണങ്ങൾ ഉന്നയിക്കാം. ചിലപ്പോൾ ഒന്നും അങ്ങനെ സംഭവിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കുക, അപകീർത്തിപ്പെടുത്തുക, അതൊക്കെ ടോർട്ടിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. ഡിഫമേഷൻ എന്ന് വെച്ചാൽ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. സ്ലാൻഡർ, ലിബൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെ സെയിം മീനിങ്, അപവാദം, ആരോപണം, അപകീർത്തിപ്പെടുത്തൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തതാണ് മലീഷ്യസ് പെർസിക്യൂഷൻ. അതാണ് മലീഷ്യസ് പെർസിക്യൂഷൻ, അതായത് തെറ്റായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള പീഡനങ്ങള്, ആക്രമണങ്ങള്, അതൊക്കെ അതിനകത്ത് പെടുത്താം കേട്ടോ. മലീഷ്യസ് പെർസിക്യൂഷൻ എന്നാണ് പറയുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങള്, ശാരീരിക ആക്രമണങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ക്ലിയർ ആയി പറഞ്ഞത്. അപ്പൊ നമ്മള് ജസ്റ്റ് ടോർട്ട് എന്താണ് എന്നാണ് മനസ്സിലാക്കിയത്. ടോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെക്കാം, അത് ലാറ്റിൻ പദമായ ടോർട്ടസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ് എന്നാണ് അല്ലെ, വളച്ചൊടിച്ചത് അല്ലെങ്കിൽ വക്രമായത് എന്ന അർത്ഥം വരുന്ന ടോർട്ടസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ടോർട്ട് എന്ന വാക്ക് ഉണ്ടായത്. ഇനി എന്താണ് ടോർട്ടസ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തികളും അതുപോലെ തന്നെ ഒഴിവാക്കലുകളും കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ബ്രാഞ്ച്, ഒരു ശാഖ അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത് ടോർട്ട്സ് നിയമത്തോട് ഉദ്ദേശിക്കുന്നത്. അത്ര മാത്രം പഠിച്ചു വെക്കുക. ഇനി ടോർട്ടുകൾക്ക് എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്നതില് ടോർട്ടിന് എക്സാമ്പിൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞു തെറ്റായ കമ്മീഷൻ പ്രവർത്തനങ്ങള്, അതുപോലെ ഒഴിവാക്കൽ പ്രവർത്തനങ്ങള്, മെഡിക്കൽ നെഗ്ലിജൻസ്, ഇന്റൻഷണൽ എന്താ പറയുക ഇന്റർഫറൻസ്, അതുപോലെ തന്നെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, പ്രൊഫഷണൽ സീക്രസിയുടെ ലംഘനം, പിന്നെ ബാറ്ററി, ഇതൊക്കെ എന്താണ് ടോർട്ടിന് എക്സാമ്പിൾ ആണ്. ഇത് കൂടാതെ വരുന്ന കുറച്ച് ടോർട്ട് കൂടെ നമ്മൾ പരിചയപ്പെട്ടു. ന്യൂസൻസസ്, മിസ്റെപ്രസെന്റേഷൻ, ഡിഫമേഷൻ, മലീഷ്യസ് പെർസിക്യൂഷൻ, ഇതെല്ലാം തന്നെ ടോർട്ടുകൾക്ക് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ ഇത്? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലാസ്സിലില്ലേ ആരും റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ, പറ്റി ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അടുത്തത് നോക്കാം കേട്ടോ. അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങൾ ഓക്കെ ആണല്ലേ? ശരി. നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോ. നമ്മള് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ചോദിക്കുമ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്താലാണ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ല കേട്ടാ. നേരിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അപ്പൊ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനേ മാർക്കുള്ളൂ. ഓക്കെ, ശരി. അടുത്തതാണ് കേട്ടോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം. നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു ആക്ട് ആണ് അല്ലെ. ഉപഭോക്തൃ സംരക്ഷണ നിയമം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് അല്ലെ. കാര്യം ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. അത് അതിൻ്റെതായ ശരിക്കും അങ്ങനെ ഒരു ആക്ട് എന്താ പറയാ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ പല അവകാശങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് അല്ലെ. ആ ഒരു ആക്ടിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന് വായിക്കാം. വളരെ കുറച്ച് പോയിന്റ് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ദിസ് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് 1st September 1987. അത് ആദ്യത്തെ പോയിന്റ് ആണ് കേട്ടോ. 1987 സെപ്റ്റംബർ 1 ഏത് ആക്ട് വരുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്.
അത് ആദ്യത്തെ പോയിന്റ് ആണ്. ഇത് പഠിച്ചത് ആദ്യത്തെ പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. 1987 സെപ്റ്റംബർ മാസം 1-നാണ് എന്ത് വന്നിരിക്കുന്നത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. ഓക്കെ, പിന്നെ 2019 അതിന് ഒരു ഭേദഗതിയും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആക്ട് വരുന്നത് 1987 ഇനി എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് കേട്ടോ? അതെ 1987 സെപ്റ്റംബർ 1 കേട്ടോ. അടുത്തത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിരത്തി എഴുതിയിട്ടാണ്. അഡ്വാൻറ്റേജ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ചെറിയ ഒരു ഹൈഫൺ ഇട്ടോളൂ കേട്ടോ. ചെറിയൊരു ഹൈഫൺ ഇട്ടോളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല പെട്ടെന്ന് വായിക്കുമ്പോൾ കേട്ടോ. അതായത് ഈ ഒരു ആക്ടിന്റെ അഡ്വാൻറ്റേജ് ആണ് അവിടെ പറയുന്നത്. എന്താണ് ഈ ഒരു ആക്ടിന്റെ ബെനിഫിറ്റ്, പ്രയോജനം എന്താണ് പ്രയോജനം? മിനിമൽ കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. അതായത് വളരെ കുറഞ്ഞ ചെലവില് നമുക്കൊരു 3-4 മാസത്തിനുള്ളില് പ്രശ്നപരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ആക്ടിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതാണ് മിനിമൽ കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ്, വളരെ കുറഞ്ഞ ചെലവില്, ഒത്തിരി എക്സ്പെൻസ് വരുന്നില്ല, വളരെ കുറഞ്ഞ ചെലവില് ദ മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. ഒരു 3-4 മാസങ്ങൾക്കുള്ളില് നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം, അതായത് ഉപഭോക്തൃ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു ആക്ട് നമുക്ക് എന്ത് പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അപ്പോ ഇത് എന്തിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്നു, എന്തിനൊക്കെ പരിഹാരം തരുന്നു? ഫോർ ദ ഡിഫക്റ്റീവ് ഗുഡ്സ്, അല്ലെ? ഇപ്പൊ മോശമായതോ കേടുപാട് വന്നതായിട്ടുള്ള സാധനങ്ങള് ഉപഭോക്താവിന് ലഭിക്കുക. അതുപോലെ തന്നെ ഡെഫിഷ്യന്റ് സർവീസ്, ഇപ്പൊ പ്രോഡക്റ്റ് കൊടുക്കുന്ന മാത്രമല്ലല്ലോ, എന്തെങ്കിലും സേവനങ്ങള്, ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന സേവനങ്ങളില് എന്തെങ്കിലും പോരായ്മ സംഭവിക്കാം. അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അല്ലെ? അതായത് അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായം, ദാറ്റ് മീൻസ് ഈ ഉപഭോക്താക്കളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ തെറ്റായിട്ടുള്ള വ്യാപാര സമ്പ്രദായം നടത്തിയിട്ട് ഉപഭോക്താവിന് നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള അൺഫെയർ ആയിട്ടുള്ള വ്യാപാര സമ്പ്രദായം, അങ്ങനെയുള്ള കാര്യങ്ങൾ. റിഡ്രസൽ എന്ന് പറഞ്ഞാൽ പരിഹാരമാണ് കേട്ടോ. പരിഹാരം, ഇത് പ്രൊവൈഡ്സ് റിഡ്രസൽ, അത് പരിഹാരം നൽകുന്നു. ഇതിനുള്ള പരിഹാരങ്ങളാണ് ഇത് നൽകുന്നത്. ഫോർ ദ ഡിഫക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അല്ലെ? ഈ പറയുന്ന സാധനങ്ങൾക്ക് കേടുപാടുകൾ വന്ന സാധനങ്ങൾ കിട്ടോ, അല്ലെങ്കിൽ അതുപോലെ മോശമായിട്ടുള്ള എന്തെങ്കിലും സേവനങ്ങൾ ലഭിക്കോ, അല്ലെങ്കിൽ അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ ഒരു കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ക്ലിയർ ആയോ? ഒരു 3 പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. 1987 സെപ്റ്റംബർ 1-നാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. ഈ ഒരു ആക്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ മിനിമൽ കോസ്റ്റിൽ, ഏറ്റവും കുറഞ്ഞ ചെലവില് 3-4 മാസത്തിനുള്ളില് നമുക്ക് ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ 3-ാമത്തെ പോയിന്റ് എന്തിനൊക്കെയാണ്, അത് കയറി വന്നതാണ് കേട്ടോ, WES കയറി വന്നതാണ് കേട്ടോ. അതൊന്നും വേണ്ട, നിങ്ങൾ came into force 1st September 1987 കേട്ടോ, അങ്ങനെ നോക്കിയാൽ മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തിനുള്ള പരിഹാരമാണ് കാണുന്നത്? അപ്പൊ മോശമായിട്ടുള്ള സാധനങ്ങൾക്ക് കേടുപാടുകൾ വരിക, അല്ലെങ്കിൽ മോശമായിട്ടുള്ള സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കാൻ, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ എന്നിവയ്ക്കെതിരെ ഉപഭോക്താവിനെ സംരക്ഷിക്കുക. കസ്റ്റമർ ഇസ് ദ കിങ്, കസ്റ്റമർ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആള്, അല്ലെ? അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. ക്ലിയർ ആയില്ല? അടുത്തത് കൺസ്യൂമർ. ആരാണ് കൺസ്യൂമർ? ആരാണ് ഉപഭോക്താവ് എന്ന് പറഞ്ഞാല് എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്. അതായത് എന്തെങ്കിലും എന്തെങ്കിലും സേവനങ്ങൾ എടുക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് ഉപഭോക്താവ്? ആരാണ് ഉപഭോക്താവ്? എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ, അല്ലെ? ഏതെങ്കിലും പരിഗണനകൾക്കായിട്ട്, പരിഗണന എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഉദ്ദേശങ്ങൾക്കായിട്ട്, അല്ലെ, പർപ്പസിനായിട്ട് സേവനങ്ങൾ എടുക്കുന്ന വ്യക്തി ആരാണോ സേവനങ്ങൾ എടുക്കുന്നത് ആ വ്യക്തിയാണ് കൺസ്യൂമർ അഥവാ ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ, ഡെഫിഷ്യൻസി. ഇവിടെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അറിയാമോ? എന്തെല്ലാം അഭാവങ്ങൾക്കാണ് നമുക്ക് ഈ ഒരു ആക്ട് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഒരു ഉപഭോക്താവിന് വരുന്ന എന്തെല്ലാം ഡെഫിഷ്യൻസികൾക്കാണ്, എന്താണ് കൺസിഡറേഷൻ പേയ്മെന്റ് അല്ലേ? എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്.
ഇവിടെ കൺസിഡറേഷൻ എന്നുള്ള മീനിങ് കൂടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ, എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് സേവനങ്ങൾ എടുക്കുന്ന വ്യക്തികളാണ് അല്ലെ. ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ അവിടെ പറയുന്നത്. പേയ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള അർത്ഥമല്ല കേട്ടോ. എ പേഴ്സൺ ഹു ഹയർസ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ് കേട്ടോ. അതായത് കൺസ്യൂമർ ആരാണെന്നാണ് പറയുന്നത്, എന്തെങ്കിലും പർപ്പസിന് എന്തെങ്കിലും ഉദ്ദേശങ്ങൾക്കായിട്ട് സേവനങ്ങൾ എടുക്കുന്ന വ്യക്തി ആരാണ്, അയാളാണ് അവിടുത്തെ ഉപഭോക്താവ്. ഓക്കെ, ആ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഡെഫിഷ്യൻസി. ഓക്കെ, ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? എ ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഓർ ഇനാഡിക്വസി ഇൻ ദ ക്വാളിറ്റി, nature and the manner of performance of a contract or otherwise in relation to the service. അപ്പൊ എന്താണ് ഇവിടെ ഡെഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തെല്ലാം അഭാവങ്ങൾക്കാണ് ഒരു ഉപഭോക്താവിന്, ഒരു കൺസ്യൂമറിന് എന്തെല്ലാം അഭാവങ്ങൾക്കാണ്, എന്തെല്ലാം ഡെഫിഷ്യൻസിക്കാണ് ഈ ഒരു ആക്ട് നമുക്ക് അപ്ലിക്കബിൾ ആവുന്നത്. എന്തൊക്കെ ഡെഫിഷ്യൻസികൾ സംഭവിക്കാം? എ ഫോൾട്ട്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എ ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഓർ ഇനാഡിക്വസി ദ ക്വാളിറ്റി, നേച്ചർ ആൻഡ് മാനർ ഓഫ് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. അല്ലെ, ഇപ്പൊ സാധനങ്ങള് കേടുപാട് കൂടിയിട്ടുള്ള, ഇംപെർഫെക്ഷൻ ആയിട്ടുള്ള, എന്തെങ്കിലും അവർക്ക് ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരു സേവനങ്ങൾ ലഭിക്കുന്ന സമയത്ത് കൺസ്യൂമറിന് ലഭിക്കുമ്പോൾ അത് ഇംപെർഫെക്റ്റ് ആയിട്ട് ലഭിക്കാം അല്ലെ, വളരെ ഒട്ടും പെർഫെക്ഷൻ ഇല്ലാത്തവർക്ക് ലഭിക്കാം. അതുപോലെ തന്നെ ഷോർട്ട് കമ്മിങ് ഓർ ഇനാഡിക്വസി. ഷോർട്ട് കമ്മിങ്, ഇനാഡിക്വസി എന്നൊക്കെ പറഞ്ഞ സെയിം മീനിങ് ആണ്. പോരായ്മകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, പോരായ്മകൾ. അത് ഈ പറയുന്ന ക്വാളിറ്റിയിലായിക്കോട്ടെ, അവർക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റിലായാലും സേവനത്തിലായാലും അതിന്റെ ക്വാളിറ്റിയില്, നേച്ചറില്, അതുപോലെ തന്നെ പെർഫോമൻസിലൊക്കെ പോരായ്മകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഓർ അതർവൈസ് ഇൻ റിലേഷൻ ടു ദി സർവീസ്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ വരുന്ന പോരായ്മകൾ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞില്ല, സാധനങ്ങളൊക്കെ കേടുപാട് വരെ, മോശം സംഭവിക്കാം. അതുപോലെ എന്താ പറയുക, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകൾ ലഭിക്കാം. അതൊക്കെ ഒരു എന്താ പറയാ മോശമായിട്ടുള്ള കാര്യമാണ് അല്ലെ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകൾ ലഭിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ആ ഒരു വിൽപ്പന ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തെറ്റായിട്ടുള്ള പരസ്യ പ്രചരണങ്ങൾ നടത്താം. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പൊ വിൽപ്പനക്കാരെ സംബന്ധിച്ച് അവരുടെ വിൽപ്പന കൂട്ടാനായിട്ട് തെറ്റായ ചില പരസ്യ പ്രചരണങ്ങൾ നടത്താം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ അതിൽ നിന്നുമൊക്കെ ഈ പറയുന്ന ആ ഒരു കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, എന്തൊക്കെ ഡെഫിഷ്യൻസി ആവാന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതാണ് സർവീസ് കേട്ടോ. സർവീസ് എന്താ? സർവീസിനെ പറ്റി പറയുന്നതാണ് സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിങ് ഫ്രീ സർവീസ് കേട്ടോ. അതായത് ഒരു ഫ്രീ സർവീസ് ഒഴികെയുള്ള ഏത് സേവനങ്ങൾക്കും നമുക്ക് എന്ത് ബാധകമാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ബാധകമാണ് കേട്ടോ. ഫ്രീ സർവീസ് ആകുമ്പോൾ പിന്നെ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് വലിയ ക്ലെയിം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഫ്രീ സർവീസ് ഒഴികെയുള്ള ഏത് സേവനങ്ങൾക്കും എന്ത് ബാധകമാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ബാധകമാണ്. ഓക്കെ, അടുത്തതാണ് ടൈം ലിമിറ്റേഷൻ. ഇതാണ് ടൈം ലിമിറ്റേഷൻ. എന്തൊക്കെയാണ് അതൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട്, അത് കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആണ്. എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA. എന്താണ് CPA എന്ന് പറഞ്ഞാല്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അതിന് ചുരുക്കിയിട്ടാണ് CPA എന്ന് പറയുന്നത്. മസ്റ്റ് ബി ഫയൽഡ് വിത്തിൻ 3 years. ആ വിത്തിൻ 3 years ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പറയുന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നഷ്ടപരിഹാരത്തിനായിട്ടുള്ള കേസുകൾ നമ്മൾ 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം കേട്ടോ. എന്താണ് പറയുന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നഷ്ടപരിഹാരത്തിനായിട്ടുള്ള കേസുകൾ നമ്മൾ വിത്തിൻ 3 years 3 വർഷത്തിനുള്ളിൽ അത്തരം കേസുകൾ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. അപ്പൊ നമുക്കൊരു ഇത് വന്നു, ഒരു മോശമായിട്ടുള്ള ഒരു സേവനം അല്ലെങ്കിൽ പ്രോഡക്റ്റ് നമുക്ക് ലഭിച്ചു. അപ്പൊ അതിന് ലഭിച്ചതിന് ശേഷം ഒരു 3 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ആ നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ആ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിത്തിൻ 3 yearsനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കേസ് നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. അത് വിട്ടുപോകരുത്. ഓക്കെ, അതാണ് ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA മസ്റ്റ് ബി ഫൈൽഡ് വിത്തിൻ 3 years. അടുത്ത പോയിന്റ് ഇതാണ് നാഷണൽ ഫോറം ഡീൽസ് കേസസ് ഗ്രേറ്റർ ദാൻ 30 lakhs. ഒന്ന് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. നമുക്കറിയാം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ സംരക്ഷണ കോടതികളുണ്ട്. അതുകൂടാണ്ട് ത്രിതല ഉപദേശക സമിതികളുണ്ട്. അതായത് ഈ പറയുന്ന കേന്ദ്ര ഉപദേശക സമിതിയുണ്ട്, സംസ്ഥാന ഉപദേശക സമിതികളുണ്ട്, ജില്ലാ ഉപദേശക സമിതികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് നാഷണൽ ഫോറം ഡീൽസ് കേസസ് ഗ്രേറ്റർ ദാൻ 30 lakhs. അതായത് ഒരു 30 ലക്ഷത്തിന് മുകളിലേക്കുള്ള ഇഷ്യൂസുകളൊക്കെയാണ് അത് നാഷണൽ ഫോറം ആയിരിക്കും കൈകാര്യം ചെയ്യുക. അതായത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലായിരിക്കും അത്തരം കേസുകൾ
ഡീൽ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഒരു 30 ലക്ഷത്തിന് മുകളിലോട്ടൊക്കെ പോകുന്ന നഷ്ടപരിഹാരങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് പൊതുവെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലായിരിക്കും കൈകാര്യം ചെയ്യാം. ഓക്കെ, അതാണ് നാഷണൽ ഫോറം ഡീൽസ് കേസസ് ഗ്രേറ്റർ ദാൻ 30 lakhs. അടുത്തത് നോക്കിയപ്പോ ആ എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ പറയുന്നത് സ്റ്റേറ്റ് ഫോറം ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 lakhs. അതേസമയം 5 ലക്ഷത്തിന് മുകളിലുള്ള കേസുകളും കാര്യങ്ങളാണെങ്കിൽ അത് സ്റ്റേറ്റ് ഫോറത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക കേട്ടോ. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലായിരിക്കും. ഇനി ഡിസ്ട്രിക്ട് ഫോറം അപ് ടു 5 lakhs. ഇനി 5 ലക്ഷം വരെ ഉള്ള കേസുകളാണെങ്കിൽ അത്തരം അതുകളൊക്കെ ആണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ഫോറത്തിലായിരിക്കും, അതായത് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലായിരിക്കും കൈകാര്യം ചെയ്യുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് 30 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നാഷണൽ ഫോറത്തിൽ, അല്ലെ 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സ്റ്റേറ്റ് ഫോറത്തിൽ, 5 ലക്ഷം വരെയുള്ള കേസുകളാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ഫോറത്തിലായിരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാവാം. ഇത്രയും മാത്രമേ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി പഠിക്കാം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മളവിടെ പറഞ്ഞത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് 1987 സെപ്റ്റംബർ 1 നിലവിൽ വന്നിട്ടുള്ള ഒരു ആക്ട് ആണ്, അല്ലെ. ഈ ഒരു ആക്ടിന്റെ അഡ്വാൻറ്റേജ് എന്താ നമ്മൾ പറഞ്ഞത്? മിനിമൽ കോസ്റ്റില്, അല്ലെ, വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഒരു 3-4 മാസത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഇത് എന്തിനുള്ള പരിഹാരങ്ങളാണ് തരുന്നത്? മൊത്തത്തിൽ പറഞ്ഞ് ഉപഭോക്താവിനെ സംരക്ഷിക്കാണ്. അവർക്ക് കേടുപാടുള്ള മോശമായിട്ടുള്ള സാധനങ്ങൾ ലഭിക്കുക, അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന സേവനത്തിൽ എന്തെങ്കിലും പോരായ്മകളോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഒക്കെ ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ആരാണ് കൺസ്യൂമർ, ഹു ഈസ് എ കൺസ്യൂമർ, അല്ലെങ്കിൽ ആരാണ് ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും സേവനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കൺസ്യൂമർ അഥവാ ഉപഭോക്തൃ. ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന ആള് അല്ലെങ്കിൽ ഒരു സേവനം പറ്റുന്ന ആള്, അയാളാണ് എന്ത്? കൺസ്യൂമർ അഥവാ കസ്റ്റമർ, അല്ലെ, ഉപഭോക്താവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ഡെഫിഷ്യൻസിയാണ്. എന്തൊക്കെ ഡെഫിഷ്യൻസിക്കാണ് ഈ ഒരു ആക്ട് ബാധകമായിട്ടുള്ളത്? എന്തൊക്കെ ഡെഫിഷ്യൻസി? അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അല്ലെ. ഏതെങ്കിലും ഒരു വാണിജ്യ സാധനത്തിൽ കേടുപാട് സംഭവിക്കാൻ, ഇൻപെർഫെക്ഷൻ ആവുക, അതുപോലെ തന്നെ കിട്ടുന്ന സേവനങ്ങൾ ക്വാളിറ്റിയിലായിക്കോട്ടെ, ഗുണനിലവാരത്തിലായിക്കോട്ടെ, നേച്ചറിലായിക്കോട്ടെ, അതിന്റെ പെർഫോമൻസിലായാലും പോരായ്മകൾ സംഭവിക്കാം. ചില ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകളൊക്കെ ചിലപ്പോൾ വിൽക്കുന്ന സമയത്ത് അവര് പറയും ഇത്ര വർഷം നല്ല പെർഫോമൻസ് ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് വിൽക്കുന്നു. നമ്മളെ വീട്ടിൽ വന്ന് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിച്ച അത്ര പെർഫോമൻസ് ചിലപ്പോൾ അതിന് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒരു വഞ്ചനയാണ്, അല്ലെ. ആ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഉപഭോക്തൃ അങ്ങനെയുള്ള അതൊക്കെയാണ് അഭാവങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം അഭാവങ്ങളിൽ നിന്ന് കസ്റ്റമറെ പ്രൊട്ടക്ട് ചെയ്യും കേട്ടോ. പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഫ്രീ സർവീസ്, സൗജന്യ സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ സേവനങ്ങൾക്കും നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നഷ്ടപരിഹാരത്തിനായിട്ടുള്ള കേസുകൾ 3 വർഷത്തിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. 30 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നാഷണൽ ഫോറത്തിലും, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സ്റ്റേറ്റ് ഫോറത്തിലും, 5 ലക്ഷം വരെ ഉള്ളതാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടോ. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്, പേഷ്യന്റിന്റെ അവകാശങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു പേഷ്യന്റിന് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടോ. പേഷ്യന്റിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? റെസ്പെക്ട്ഫുൾ കെയർ, അല്ലെ. റെസ്പെക്ട്ഫുൾ കെയർ വളരെ എന്താണ്? വളരെ ക്വാളിറ്റിയുള്ള ഒരു പരിചരണം ലഭിക്കേണ്ടത് ഒരു പേഷ്യന്റിന്റെ അവകാശമാണ്. ശരിയല്ലേ? റെസ്പെക്ട്ഫുൾ കെയർ, അതായത് വളരെ എന്താ പറയാ, മാന്യമായിട്ടുള്ള ഒരു പരിചരണം, അല്ലെ. മാന്യമായിട്ടുള്ള പരിചരണം ലഭിക്കാനുള്ളത് ഒരു പേഷ്യന്റിന്റെ അവകാശമാണ്. ഫസ്റ്റ്. രണ്ടാമത്തത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റിന് അവരുടെ ഡയഗ്നോസിസ്, അല്ലെ, അവരുടെ രോഗത്തെ പറ്റി, രോഗനിർണയത്തെ പറ്റി, അവരുടെ ചികിത്സയെ പറ്റി, അതുപോലെ തന്നെ പ്രോഗ്നോസിസ്,
എന്താണ് പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാല്? പ്രഡിക്ഷൻ ആണ് കേട്ടോ. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻ ആണ്, പ്രവചനമാണ്. അവരുടെ ആരോഗ്യത്തെ പറ്റി, അവരുടെ എന്താണ് അസുഖത്തെ പറ്റി ഒരു പ്രഡിക്ഷൻ ആർക്കുണ്ടായിരിക്കും? ഡോക്ടേഴ്സിന്. അദ്ദേഹം പ്രവചനമാണ് കേട്ടോ പ്രോഗ്നോസിസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു എന്താ പറയാ അസുഖത്തെ പറ്റി ഒരു പ്രഡിക്ഷൻ ആർക്കുണ്ടായിരിക്കും? അവര് ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന് ഉണ്ടായിരിക്കും അല്ലെ? പിന്നെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറെ കൂടെ ബെറ്റർ ആവും, അല്ലെങ്കിൽ അവര് കുറെ കൂടെ പ്രോഗ്രസ് ചെയ്ത് വരും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഉണ്ടാവും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു രോഗിക്ക് തന്റെ രോഗത്തെ പറ്റി, അല്ലെങ്കിൽ തന്റെ രോഗം എന്താണെന്നും രോഗനിർണയം, അവർക്ക് കൊടുക്കുന്ന ചികിത്സകള്, ആ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടുള്ള പ്രഡിക്ഷനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിനുള്ള അവകാശമായിട്ടുണ്ട് ഒരു പേഷ്യന്റിനുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. മൂന്നാമത്തെ പോയിന്റ് PT. PT എന്ന് വെച്ചാൽ പേഷ്യന്റ് ആണ് കേട്ടോ. പേഷ്യന്റ് ചുരുക്കി എഴുതിയിരിക്കുന്നതാണ് അവര്. പേഷ്യന്റ് ഹാസ് the right to information from doctor before he gives the consent. അതായത് ഒരു രോഗി സമ്മതം കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഡോക്ടറിൽ നിന്നുമുള്ള എല്ലാ വിവരങ്ങളും അറിയുന്നതിനുള്ള അവകാശമായിട്ടുണ്ട് പേഷ്യന്റിനുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റുമായിട്ട് സെക്കൻഡ് പോയിന്റുമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ് അല്ലെ? നമ്മളെപ്പോഴും രോഗിയുടെ സമ്മതം ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് ട്രീറ്റ്മെന്റ് പോലും കൊടുക്കാനായിട്ട് പാടില്ല. അപ്പൊ രോഗി സമ്മതം കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ രോഗിക്ക് എന്ത് വേണം? ഡോക്ടറിൽ നിന്നുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അത് കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് റെസ്പെക്റ്റബിൾ കെയർ ആണ് കേട്ടോ. മാന്യമായിട്ടുള്ള ഒരു പരിചരണം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ രോഗത്തെ പറ്റി, അവരുടെ ചികിത്സയെ പറ്റി, അതുപോലെ ചികിത്സയിൽ അവരുടെ പ്രഡിക്ഷനെ പറ്റിയൊക്കെ അറിയാനുള്ള അവകാശം രോഗിക്കുണ്ട്. പിന്നെ ഒരു രോഗി സമ്മതം കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഡോക്ടറിൽ നിന്നും തന്റെ അസുഖത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയാനുള്ള റൈറ്റും ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അടുത്തത് നോക്കി, നെക്സ്റ്റ് പോയിന്റ്, റൈറ്റ് ടു റിഫ്യൂസ് ദ ട്രീറ്റ്മെന്റ് to the extent permitted by law and to be informed. അതാണ് റൈറ്റ് ടു റിഫ്യൂസ് ദ ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ. അതായത് ഒരു നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചികിത്സയെ നിരാകരിക്കാൻ അഥവാ റിഫ്യൂസ് ചെയ്യാൻ, നിരസിക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ട്രീറ്റ്മെന്റുകൾ ഡോക്ടർ അവർക്കായിട്ട് നിർദ്ദേശിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു പേഷ്യന്റിന് തോന്നാണ് അത് കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് അത് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? അവരെ കമ്പൽ ചെയ്യാനായിട്ട് പാടില്ല. എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞൊരു പ്രത്യേക നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ട്രീറ്റ്മെന്റ് നിഷേധിക്കാനുള്ള ഒരു അവകാശവും പേഷ്യന്റിന്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഒരു പേഷ്യന്റ് ഇപ്പൊ ഒരു വളരെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുന്ന ഒരാളാണ്, ഒരു സർജറി ചെയ്യണം, അത്രയും ഫിനാൻഷ്യൽ എന്താ പറയുക ഫിനാൻസ് ഇല്ല, അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത രോഗിയാണെങ്കിൽ വേണമെങ്കിൽ അയാൾക്ക് ട്രീറ്റ്മെന്റ് നിഷേധിക്കാം. അപ്പൊ അത് അയാളുടെ അവകാശം, പേഷ്യന്റിന്റെ റൈറ്റ് ആണ് കേട്ടോ. ഇതാണ് പറയുന്നത്, റൈറ്റ് ടു റിഫ്യൂസ് ദ ട്രീറ്റ്മെന്റ് to the extent permitted by law and to be informed. അത് അറിയിക്കുകയും വേണം, ബന്ധപ്പെട്ട ഡോക്ടറിന്റെ കൺസൾട്ടന്റിനെ അവര് അറിയിക്കുകയും വേണം. ഓക്കെ, പിന്നെന്താണ് മെഡിക്കൽ കോൺസിക്വൻസസ് അല്ലെ? ഈ പറയുന്ന മെഡിക്കൽ അനന്തരഫലങ്ങളെ പറ്റി അറിയാനുള്ള അവകാശം ഒരു പേഷ്യന്റിനുണ്ട്. ഇതൊക്കെ നമ്മൾ ഡയാലിസിസ് പഠിച്ചതിന്റെ ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ? നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ചില കോൺസിക്വൻസസ് ഉണ്ടാവും അല്ലെ? അതിനെ പറ്റി അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? റൈറ്റ് ടു പ്രൈവസി. ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. അതുപോലെ ഒരു രോഗിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം. രോഗിന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ഇന്ത്യൻ പൗരനും ഉള്ള ഒരു അവകാശമാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം. അതുകൊണ്ട് തന്നെ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചായാലും എല്ലാ ആശയവിനിമയങ്ങളും റെക്കോർഡ്സുകളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് ആ രോഗിയുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തതിന് വേണ്ടിയിട്ടാണ്. അത് ആരുടെ അവകാശമാണ്? പേഷ്യന്റിന്റെ അവകാശം കേട്ടോ. അടുത്തത്, ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ, സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. അതായത് ഒരു രോഗിയുടെ ആ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെ, ഒരു അർജൻസിക്ക് അനുസരിച്ച് അവരെ ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കാനും, അതുപോലെ തന്നെ റെഫറൽ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ആ ഒരു രോഗിക്ക് പരിചരിക്കാൻ മാത്രമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഇല്ലാന്ന് വിചാരിക്കും.
അങ്ങനെയാണെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുക, അവർക്കൊരു നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിനുള്ള അത്തരം സംവിധാനങ്ങളുള്ള മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അവരെ റെഫർ ചെയ്യണം അല്ലെ. അല്ലാണ്ട് ഈ ഒരു രോഗിയെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അവർക്ക് നല്ലൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് അത്തരം സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റുകൾക്ക്. ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. ആ ഒരു കേസിന്റെ അടിസ്ഥാനസ്ഥയ്ക്കനുസരിച്ച് ആ രോഗിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകി റെഫറൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് ഒരു ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. അത് ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ where one is being referred to. അതാണ് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ where one is being referred to. നമ്മൾ പറഞ്ഞല്ലോ ഒരു രോഗി ട്രീറ്റ്മെന്റിനായിട്ട് വരുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യണം? മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ അയക്കുന്ന ഹോസ്പിറ്റല് റെഫറൽ ഹോസ്പിറ്റലുമായിട്ട് എന്തായിരിക്കണം? ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായോ? ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈ രണ്ട് ഹോസ്പിറ്റലുകാരും എന്ത് ചെയ്യണം? നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രോഗിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അതാണ് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു ദ അതർ ഹോസ്പിറ്റൽ where one is being referred to. ഈ ഒരു ഹോസ്പിറ്റല് റെഫർ ചെയ്തിട്ട് ഏത് ഹോസ്പിറ്റലിലേക്കാണോ ആ രോഗിയെ പറഞ്ഞയക്കുന്നത് ആ ഹോസ്പിറ്റലുമായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ആശയവിനിമയം ഉണ്ടായിരിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത് പേഷ്യന്റിന്റെ ഒരു അവകാശം തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ബെറ്റർ കെയർ കിട്ടണം, അതാണ് അവരുടെ അവകാശം. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഓക്കെ ആയിരിക്കണം. ഓക്കെ, അടുത്തതാണ് റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. എന്താണ് റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്? അതായത് ഈ പറയുന്ന റിസർച്ചില് എന്താണ് പങ്കെടുക്കുന്നത് നിരാകരിക്കാനുള്ള ഒരു അവകാശം പേഷ്യന്റിനുണ്ട്. എന്താണ് റിസർച്ചിൽ പങ്കെടുക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പേഷ്യൻസിനെ നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് ഒരു റിസർച്ചിന്റെ ഭാഗമാക്കരുത്, ഒരു റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അവരെ നിർബന്ധിക്കാനായിട്ട് പാടില്ല. അതാണ് പറയുന്നത്. ഒരു റിസർച്ചില് എന്താ പറയാ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട്, അതായത് ഒരു എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നിരാകരിക്കുന്നതിനുള്ള, റിഫ്യൂസ് ചെയ്യുന്നതിനുള്ള, ഓക്കെ, നിരസിക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഓക്കെ, ക്ലിയർ ആയാലും അതാണ് പറയുന്നത് കേട്ടോ. റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. അടുത്ത പോയിന്റ് ഇതാണ് റൈറ്റ് ടു നോ അപ്പോയിന്റ്മെന്റ്സ് ഓർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ, കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്. അതുകൂടാതെ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ, ഡോക്ടറുടെ അവൈലബിലിറ്റി, അതുപോലെ ഡിസ്ചാർജിന് ശേഷമുള്ള ആരോഗ്യ പരിചരണങ്ങൾ, അതെല്ലാം ലഭിക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു പേഷ്യന്റിനുണ്ട് അല്ലെ. അവർക്ക് ഒരു ഡോക്ടറെ കാണാനുള്ള അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ, ഡോക്ടറെ പറ്റി ഡോക്ടറുടെ അവൈലബിലിറ്റി, പിന്നെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അവർക്കൊരു തുടർ പരിചരണം വേണം അല്ലെ. അപ്പൊ അതിന് തുടർ പരിചരണം ലഭിക്കുന്നതിനുള്ള അവകാശമൊക്കെ ആർക്കുണ്ട്? ഒരു പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല്. അതായത് ഒരു രോഗിക്ക് ബില്ലുകൾ അറിയാനും, ബില്ലുകൾ അറിയാന്ന് വെച്ചാൽ ബില്ലുകൾ പരിശോധിക്കാനും അതിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഓക്കെ, റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല്. ലാസ്റ്റ് വൺ ഇതാണ് റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്. അതായത് ഹോസ്പിറ്റൽ റൂൾസുകൾ അറിയുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു പേഷ്യന്റിനുണ്ട്. മനസ്സിലായോ? ഒരു രോഗിക്ക് എന്തെല്ലാം അവകാശങ്ങൾ ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് മാന്യമായിട്ടുള്ള പരിചരണം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ ഡയഗ്നോസിസ്, അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ ട്രീറ്റ്മെന്റിന്റെ പ്രോഗ്നോസിസ്, പ്രഡിക്ഷനെ പറ്റി അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഒരു രോഗി സമ്മതം കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തന്റെ ഡോക്ടറിൽ നിന്ന് അവരുടെ പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിനുള്ള ഒരു റൈറ്റ് ഉണ്ട്. പിന്നെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റുകൾ റിഫ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് പേഷ്യന്റിനുണ്ട്. മെഡിക്കൽ കോൺസിക്വൻസിനെ പറ്റി അറിയാനുള്ള അവകാശമുണ്ട്. സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല വിലയിരുത്തൽ, സേവനങ്ങള്, അതുപോലെ റെഫറൽ സംവിധാനം ലഭിക്കുന്നതിനുള്ള അവകാശം ഒരു പേഷ്യന്റിനുണ്ട്. അതോടൊപ്പം തന്നെ അവർക്കൊരു നല്ല പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലുമായിട്ടൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതും ആരുടെ അവകാശം തന്നെയാണത്? പേഷ്യന്റിന്റെ അവകാശത്തിന്റെ ഭാഗമാണ്.
അതുപോലെ തന്നെ എന്താണ് റിസർച്ചുകളില് നിർബന്ധപൂർവ്വം പങ്കെടുക്കാൻ നിരസിക്കുന്നതിനും അവകാശം ഒരു പേഷ്യന്റിനുണ്ട്. പിന്നെ അപ്പോയിന്റ്മെന്റുകളെ പറ്റിയും ഡോക്ടറുടെ ലഭ്യതയെ പറ്റിയും പിന്നെ ഡിസ്ചാർജിന് ശേഷമുള്ള തുടർ പരിചരണം ലഭിക്കുന്നതിനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. പിന്നെ ബില്ലുകൾ പരിശോധിക്കാനും അതിന്റെ നിശ്ചിത വിവരങ്ങൾ അറിയാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. ഹോസ്പിറ്റൽ റൂളുകൾ അറിയുന്നതിനുള്ള അവകാശം പേഷ്യന്റിന്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സിനകത്ത് വരുന്നത്. ഓക്കെ ആണോ? ശരി. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു ആക്ട് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ആക്ടുകളിലേക്ക് കടക്കാം. മിസ്സലേനിയസ് ആക്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ് കേട്ടോ. ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മറ്റു കുറച്ച് ആക്ടുകളും കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ആക്ട് നമുക്ക് നോക്കാം. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. എന്താണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനകത്ത് പറയുന്നത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 controls the working and management of institutions established or owned by charitable trust. അതായത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അതിന് കീഴിൽ സ്ഥാപിതമായിട്ടോ ഉള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. അപ്പൊ അതിന്റെ പ്രവർത്തനം മാനേജ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അതിന്റെ കീഴിലൊക്കെ സ്ഥാപിതമായിട്ടുള്ള ധാരാളം ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ പ്രവർത്തനം അവരുടെ മാനേജ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. All hospitals in the voluntary sector or non-government organizations in the medical care field should be registered under this act. ഈ ഒരു ആക്ട് പ്രകാരം ഈ സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ NGO ഉള്ള ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ഫോം NGO നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, അതായത് മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഗവൺമെന്റ് അല്ലാത്ത ചില സംഘടനകളൊക്കെ, ഇപ്പൊ സേവാഭാരതി പോലെയുള്ള സംഘടനകൾ കേട്ടോ. അത്തരം സംഘടനകളായി കഴിഞ്ഞാലും അവർ ഈ ആക്ട് പ്രകാരം എന്ത് ചെയ്യേണ്ടതാണ്? രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഹോസ്പിറ്റലുകാർ മാത്രമല്ല, ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന മറ്റു പല ഗവൺമെന്റ് അല്ലാത്ത സംഘടനകളും ഈ ഒരു സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പൊ അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പഠിച്ചു വെക്കുക. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് വർഷം എന്താണ്? 1860. ഈ ഒരു ആക്ട് പ്രകാരം സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളും മറ്റു സംഘടനകളും ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നുള്ളത് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ. അത്ര ഇതിനകത്ത് പറയുന്നുള്ളൂ. അടുത്തതാണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. അതാണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. അതിലൊരു സ്റ്റേറ്റ് വന്നിട്ടുണ്ട് അല്ലെ. അതായത് വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത്, ഓരോ സ്റ്റേറ്റുകളിലും ഓരോ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരുപാട് ഈ പറയുന്ന പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവയുടെ മാനേജ്മെന്റ് വർക്കിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതത് സ്റ്റേറ്റുകളിൽ കേട്ടോ, ഓരോ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ പോലെയുള്ള പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ മാനേജ്മെന്റ് വർക്കിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. Some states have enacted their own public charitable trust act, which normally controls the detailed working and management of hospitals established by public charitable trust. ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്. അതായത് സെൻട്രൽ ആക്ടുകൾക്കും വിധേയമായിരിക്കും. അതുകൂടാതെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്ന അതത് സംസ്ഥാനങ്ങൾ ഉണ്ടാവുമല്ലോ, അതത് സംസ്ഥാനങ്ങളും അവർക്ക് അതുമായിട്ട് അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവരുടേതായ ചില ആക്ടുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ സെൻട്രൽ ആക്ട് ഉണ്ടായിരിക്കും, അത് കോമൺ ആയിട്ട് എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? പാലിച്ചിരിക്കണം. അതിനു പുറമെ അതത് സംസ്ഥാനങ്ങളിലെ നിയമങ്ങൾക്കും വിധേയമായിക്കൊണ്ട് വേണം ഇത്തരം ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് കേട്ടോ. ക്ലിയർ ആയാലും ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തുള്ള RCC റീജിയണൽ ക്യാൻസർ സെന്റർ, അപ്പൊ അതൊരു ഹോസ്പിറ്റലാണ്. അതൊരു സെൻട്രൽ ആക്ട് പ്രകാരം അതിന് വിധേയമാണ്.
പക്ഷെ അതിന് പുറമെ നമ്മൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെതായ ഒരു ചില എന്താ പറയുക ചട്ടങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, അവരുടേതായ ചില ആക്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനും വിധേയമായിക്കൊണ്ട് വേണം ഇത്തരം ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മഹാരാഷ്ട്ര ബോംബെയിലൊക്കെ ഉള്ള ഏതാണ് ആ ഹോസ്പിറ്റലിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഹോസ്പിറ്റലാണ് നമ്മുടെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽസ്, ബോംബെയിലുള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ അത് മഹാരാഷ്ട്ര സർക്കാരാണ്. സോ അത് ഈ പറയുന്ന ആ ഒരു ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താ പറയുക അവരെ കൺട്രോൾ ചെയ്യാനുള്ള ചില സ്റ്റേറ്റ് ആക്ടുകൾ കൊണ്ട് അതിന് വിധേയമായിക്കൊണ്ട് വേണം അത് പ്രവർത്തിക്കാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനി നോക്കുക, ഇൻ സച്ച് സ്റ്റേറ്റ്സ് the society should also be registered under the state act. നമ്മൾ നേരത്തെ പറഞ്ഞത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 ആണ്. അതൊരു നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ആക്ട് ആണ്, മീൻസ് ഒരു അങ്ങനെയുള്ള ഒരു ആക്ട് ആണ്. ആ ആക്ടിന് പുറമെ എന്തും കൂടെ വേണം, ഈ പറഞ്ഞ സ്റ്റേറ്റ് ആക്ടുകളിലും ഇത്തരം ഹോസ്പിറ്റലുകൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. മനസ്സിലായോ? അതായത് കേന്ദ്ര ആക്ടുകൾക്കും വിധേയമായിരിക്കണം, സംസ്ഥാന ആക്ടുകൾക്കും വിധേയമായിക്കൊണ്ട് വേണം ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 മനസ്സിലാക്കി വയ്ക്കാം. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് വെച്ചാൽ അതത് സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്ന എന്താ പറയാ സ്ഥാപനങ്ങൾക്കായിട്ട് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ്. അപ്പൊ ആ ആക്ടിൽ എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി നോക്കാം കേട്ടോ, ആക്ട്സ് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ നഴ്സിംഗ് ഹോംസ്. അതായത് നമ്മളുടെ ഈ ഒരു ആശുപത്രികള് അല്ലെങ്കിൽ ഈ പറയുന്ന നഴ്സിംഗ് ഹോമുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകളുണ്ട് ഇതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഒന്ന് രണ്ടെണ്ണം ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്, നമുക്കൊന്ന് വായിക്കാം. There are regional laws in each state controlling the establishment and standards about the hospitals or nursing homes. അതൊരു ജനറൽ ഇത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ, നഴ്സിംഗ് ഹോമുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സ്റ്റേറ്റുകളിലും അതായത് സംസ്ഥാനങ്ങളില് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. റീജിയണൽ ലോകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറയുന്ന സെൻട്രൽ ആക്ടുകൾ ഉണ്ട്, സ്റ്റേറ്റ് ആക്ടുകൾ ഉണ്ട് അല്ലെ, സംസ്ഥാനത്തില് സ്റ്റേറ്റ് ആക്ടുകൾ വരും. അതിന് പുറമെ പ്രാദേശികമായിട്ടുള്ള റീജിയണൽ ആക്ട് വരെ നിലവിലുണ്ട് എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ ഓരോ സ്ഥാപനം പ്രവർത്തിക്കുമ്പോഴും അതത് റീജിയണൽ ആക്ടിനും സ്റ്റേറ്റ് ആക്ടിനും സെൻട്രൽ ആക്ടിനും എല്ലാം വിധേയമായിക്കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഓരോ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞു. അപ്പൊ റീജിയണൽ ലോ നമ്മൾ പറഞ്ഞല്ലോ, പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്നോണം പറയുന്നതാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഇതാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. പേര് പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാവും, ഷോപ്പുകൾ അല്ലെ, നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് വായിക്കാം. എനി എസ്റ്റാബ്ലിഷ്മെന്റ് ലീഗലി കമ്മിങ് അണ്ടർ ദിസ് ഡെഫിനിഷൻ വിത്തിൻ ദ റീജിയണൽ മുനിസിപ്പൽ ജൂറിസ്ഡിക്ഷൻ ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അതായത് ഈ പറയുന്ന പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനവും ഈ ഒരു നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഏത് നിയമത്തിന്റെ കീഴില്? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. അതൊരു പ്രാദേശിക ലോയാണ് അല്ലെ, ഒരു പ്രാദേശികമായിട്ട്. കാരണം ആ ഒരു അധികാര പരിധി, പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിക്കുള്ളിൽ വരുന്ന ഏതൊരു സ്ഥാപനവും ഈ ഒരു ആക്ട്, ഈ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആക്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? The act is designed to manage the payment of wages, hours of work, leave, holidays, terms of service, and other work conditions of people who are employed in the shop. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആക്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഷോപ്പിലൊക്കെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുണ്ട്, ആളുകളുണ്ട് അല്ലെ, അപ്പൊ അവരുടെ വേജസ് അല്ലെ, അവരുടെ വേതനം, അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രവർത്തന സമയം, അവരുടെ അവധികള്, കൊടുക്കുന്ന ലീവുകള്, പിന്നെ ടേംസ് ഓഫ് സർവീസ് അല്ലെ, അവരുടെ ജോലി സംബന്ധമായ ചില നിബന്ധനകള്, അതുപോലെ അവരുടെ തൊഴിൽ സാഹചര്യങ്ങള് എന്നിവയൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റീജിയണൽ ലോ അല്ലെ, ഒരു ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പോലുള്ള പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. ഓരോ പ്രദേശത്തും പ്രവർത്തിക്കുമ്പോൾ അവിടെയും സംരക്ഷണം ഉറപ്പാക്കണം. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ വേതനം, അവരുടെ പ്രവർത്തന സമയം, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള മറ്റു നിബന്ധനകൾ, തൊഴിൽ സാഹചര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രാദേശികമായിട്ടുള്ള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലും രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. ആ ഒരു ആക്ട് അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ ആയോ പറഞ്ഞിട്ട്? ചുരുക്കി പറഞ്ഞാൽ
നമ്മൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. ഈ ആക്ടുകൾ എന്ന് പറയുമ്പോൾ സെൻട്രൽ ലെവലിലുള്ള ആക്ടുകൾ ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലുള്ള ആക്ടുകൾ ഉണ്ട്. എന്തിനു പറയുന്നു, ഓരോ സ്റ്റേറ്റിലോട്ടും ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ വരെ നിലവിലുണ്ട്. ഈ പറയുന്ന എല്ലാ നിയമങ്ങൾക്കും വിധേയമായിക്കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഏതൊരു സ്ഥാപനവും പ്രവർത്തിക്കാനായിട്ട്. അതിലൊന്ന് രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860, അത് പ്രകാരം ഹോസ്പിറ്റലുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ഉണ്ട്. അതായത് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിനായിട്ട് സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില നിയമങ്ങളുണ്ട്. അപ്പൊ അതിനും രജിസ്റ്റർ ചെയ്തിരിക്കണം, അതിന് വിധേയമായിട്ട് പ്രവർത്തിക്കണം. ഇനി സംസ്ഥാനം വിട്ട് വീട്ടുള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ സ്റ്റോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ആ ഒരു ആക്ട് പ്രകാരം എന്ത് ചെയ്യേണ്ടതാണ്, നിയമങ്ങൾ പാലിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? സമയമായി. ഇനി നമുക്ക് 2 ആക്ട് കൂടെയാണ് പഠിക്കാൻ, 2 അല്ല 3 പഠിക്കാനുണ്ട് കേട്ടോ. PCPNDT ആക്ട് പഠിക്കാനുണ്ട്, MTP ആക്ട് ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട് ഉണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഏകദേശം കഴിയാണ്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ശരി, താങ്ക് യു. Thank you, ma'am.